കർത്താവിൻ്റെ ജീവിതത്തിലേക്കും പ്രവർത്തനത്തിലേക്കും വെളിച്ചം വീശുന്ന 7 മൊഴികളാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു ഉച്ചരിച്ചത്. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഉച്ചരിക്കുന്ന വാക്കുകൾക്ക് നാം അമിത പ്രാധാന്യം കൊടുക്കേണ്ടതല്ല. യേശുവിൻ്റെ അവസാന വാക്കുകൾക്ക് ഈ പ്രാധാന്യം കൽപ്പിക്കുന്നതിനാൽ അത്ഭുതത്തിന് അവകാശമില്ല. എന്നാൽ യേശു ഉച്ചരിച്ച അന്ത്യവാക്കുകൾക്ക് വികാരപരമായ ഈ പ്രാധാന്യം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിപ്പാൻ നിവൃത്തിയില്ല. യേശുവിൻ്റെ ജീവിതത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ആഗമന രൂപം ഒരു കണ്ണാടിയിൽ പ്രതിഫലിപ്പിക്കുന്ന പോലെ ഈ വാക്കുകളിൽ കൂടെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ മൊഴി, പിതാവേ, ഇവർ ചിന്തിക്കുന്നതെന്ന് അറിയാതെ കൊണ്ട് ഇവർ ക്ഷമിക്കണമേ. ലൂക്കോസുവിശേഷം 21-34 വാക്യം. ക്രൂശിൽ വെച്ച് യേശു ഉച്ചരിച്ച 7 മൊഴികൾ ആദ്യത്തേതും അവസാനത്തെ മൊഴികൾ പ്രാർത്ഥനകളായിരുന്നു. ക്രൂശിൽ തടച്ച ശേഷം തന്നെ തടച്ചവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചു. മനുഷ്യരെ ആകർഷിക്കുന്നതിന് കർത്താവിൻ്റെ ഒന്നാമത്തെ മൊഴിയേക്കാൾ വശ്യമുള്ള മറ്റൊരു വാചകം എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിനോട് അടുത്ത് വരുന്ന ഒരു വാചകം ഒന്നാമത്തെ ക്രിസ്തീയ